എന്റെ പേര് ആനന്ദവല്ലി. എന്റെ ഭർത്താവിന്റെ പേര് കരുണാകരൻ നായര്. നമ്മള് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് നിന്നാണ് വരുന്നത്. എന്റെ ഹസ്ബൻഡിന് കഴിഞ്ഞ 6 വർഷമായി പാർക്കിൻസൺസ് ഡിസീസ് ആയിരുന്നു. നമ്മൾ ഒരുപാട് ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് പോയി. അലോപ്പതിക് ഡോക്ടേഴ്സ്, മംഗലാപുരത്തുള്ളതും കാസർഗോഡുള്ളതും കണ്ണൂരുള്ളതുമായ ഒരുപാട് ഡോക്ടേഴ്സിന്റെ അടുത്ത് നമ്മൾ ട്രീറ്റ്മെന്റിന് പോയി. ഓരോരോ പ്രാവശ്യം പോകുന്തോറും ടാബ്ലറ്റ്സിന്റെ എണ്ണം കൂട്ടി അവസാനം എന്റെ ഹസ്ബൻഡിന് അതിൻ്റെതായ കുറെ സൈഡ് എഫക്ട്സ് വന്നു. സെല്ലുലൈറ്റിസ് തുടങ്ങിയ സ്കിൻ ഡിസീസ് ഒക്കെ കുറെ വന്നു. അങ്ങനെ ഒരു പ്രാവശ്യം കാസർഗോഡുള്ള നരഹരി ഡോക്ടറെ അടുത്ത് സ്കിൻ ഡിസീസിന് പോയപ്പോഴാണ് നരഹരി ഡോക്ടർ പ്രദീപ് കുമാർ ആയുർവേദിക് ഹോസ്പിറ്റലിനെ കുറിച്ച് നമുക്ക് വിവരം നൽകുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം നമ്മൾ ഈ ഡോക്ടർ പ്രദീപ് കുമാർ ആയുർവേദിക് ഹോസ്പിറ്റലിൽ വരികയും ഇവിടെ ഇപ്പൊ 1 മാസമായി നമ്മൾ ട്രീറ്റ്മെന്റിന് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ വന്ന ഉടനെ വരുന്ന ആ സമയത്ത് എന്റെ ഹസ്ബൻഡിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. കൈക്ക് നല്ല വിറയല്, അതുപോലെ പാർക്കിൻസൺസ് ഡിസീസിൻ്റെതായ ആ സ്പീച്ചിനുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. അതുപോലെ സെല്ലുലൈറ്റിസ്, മുട്ടിന് താഴെ നല്ലോണം ബ്ലാക്കിഷ് ആയിട്ടുണ്ടായിരുന്നു സ്കിന്നൊക്കെ. പക്ഷെ ഇവിടുത്തെ ഒരു മാസത്തെ ട്രീറ്റ്മെന്റിന് നമ്മൾ വിധേയരായപ്പോൾ 1-2 ആഴ്ച കൊണ്ട് തന്നെ ആ സെല്ലുലൈറ്റിസിന്റെ ആ കറുപ്പ് നിറം കുറെയൊക്കെ മാറിക്കിട്ടി. അതുപോലെ കൈയുടെ വിറയലും അതുപോലെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടും ബാലൻസ് ഇഷ്യൂസും ഒക്കെ വളരെ കുറഞ്ഞു വരുന്നുണ്ട്. മുഴുവനായി കുറഞ്ഞു എന്നല്ല, 1 മാസം മാത്രമല്ലേ ട്രീറ്റ്മെന്റിന് നമ്മൾ ഇവിടെ നിന്നുള്ളൂ. നമുക്ക് വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം 1 മാസം കൊണ്ട് നമുക്ക് എന്തായാലും ഡിസ്ചാർജ് വാങ്ങേണ്ടി വന്നു. അതുകൊണ്ട് നമ്മൾ 1 മാസം കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്യാൻ പോവുകയാണ്. ഏതായാലും 2 മാസം കൂടി മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യണം എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് 2 മാസം കൂടി മരുന്ന് കഴിച്ചു കഴിഞ്ഞാല് ഏകദേശം ഒരു 85% ഡിസീസ് മാറി കിട്ടുമെന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെയാണ് 1 മാസത്തെ ട്രീറ്റ്മെന്റിന് ശേഷം ഞാനും എന്റെ ഹസ്ബൻഡും ഇപ്പോൾ താൽക്കാലികമായി ഈ ആശുപത്രിയോട് വിട പറയുന്നത്.